വെടിനിർത്തൽ സാധ്യമായി. ഈ വെടിനിർത്തൽ അംഗീകരിക്കാൻ കഴിയാത്ത ധാരാളം ആളുകളെ നമ്മൾ ഇന്ത്യയിൽ കാണുന്നുണ്ട്. എന്തിനാണ് വെടിനിർത്തിയതെന്ന് ചോദിക്കുന്നു. ഈ വെടിനിർത്തിയതിന് സുപ്രീം കോടതിയെയും അവിടെ നടന്ന ഭീകരാക്രമണത്തിന് സുപ്രീം കോടതിയെ ചീത്ത വിളിക്കുന്ന ആളുകൾ നമ്മൾ കാണുന്നു. ഏറ്റവും കൂടുതൽ സോഫിയ ഖുറൈഷിയെ വരെ ആക്ഷേപിക്കുന്നു ബി.ജെ.പിയുടെ നേതാക്കൾ. ഈ വെടിനിർത്തൽ അംഗീകരിക്കാൻ രാഹുലൊക്കെ പറയാറുള്ള ഈ റൈറ്റ് വിങ് എക്കോസിസ്റ്റം തയ്യാറായിട്ടില്ല ഇതുവരെ. അജിംശ്രീ, 3 കാര്യങ്ങൾ. അതായത് ലെഫ്റ്റിൽ അർബൻ നക്സലുകൾ ഉള്ളതുപോലെ റൈറ്റിൽ അർബൻ നാസികളുണ്ട്. അതായത് തീവ്ര ഇടതുള്ളതുപോലെ തീവ്ര വലതും എന്ന് പറയുന്ന ഒരു കാര്യമുണ്ട്. ഈ തീവ്ര ഹിന്ദുത്വവാദമെന്നോ അർബൻ നാസികളെന്നോ ഗോഡ്സേവാദികളെന്നോ എന്ത് വിളിച്ചാലും കുഴപ്പമില്ല. നമ്മുടെ രാജ്യത്ത് ഇല്ലാതെ പോകുന്നത് ഒരു നല്ല സെന്റർ റൈറ്റും നല്ല സെന്റർ ലെഫ്റ്റുമാണ്. യഥാർത്ഥത്തിൽ ഗാന്ധിജിയുടെ കാലത്ത് മഹാത്മാഗാന്ധി ചെയ്തിരുന്നത് ഈ സെന്റർ ലെഫ്റ്റ് ആയിട്ട് നെഹ്റുജിയെയും സെന്റർ റൈറ്റ് ആയിട്ട് സർദാർ പട്ടേലിനെയും മുസ്ലിം സമൂഹത്തിന്റെ നേതാവായിട്ട് മൗലാന അബുൽ കലാം ആസാദിനെയൊക്കെയാണ് അദ്ദേഹം വളരെ കാര്യമായി ബാലൻസ് ചെയ്ത് കൊണ്ടുപോയത്. ഇതാണ് കോൺഗ്രസിന്റെ യഥാർത്ഥത്തിൽ ഇന്ത്യയുടെ രാഷ്ട്രീയം. ഇതാണ്. അതായത് മുഹമ്മദ് അലി ജിന്ന ശക്തമായി വന്നപ്പോൾ മൗലാന അബുൽ കലാം ആസാദിനെ കോൺഗ്രസിന്റെ പ്രസിഡന്റ് ആക്കിയും മറ്റും ചെയ്യുകയാണ്. എന്നിട്ട് ഗാന്ധിജി പറയുന്നത് കണ്ടോ, ഈ പന്നിയിറച്ചി കഴിക്കുന്ന മദ്യപിക്കുന്ന മുസ്ലിം വിശ്വാസം ഇല്ലാത്ത മുഹമ്മദ് അലി ജിന്നേക്കാൾ കൂടുതൽ പരിശുദ്ധ മക്കയിൽ ജനിച്ച ഖുറാൻ പണ്ഡിതനായ മൗലാന അബുൽ കലാം ആസാദ് നമ്മുടെ കൂടെ ഉണ്ട്. ഇതാണ് കോൺഗ്രസിന്റെ രാഷ്ട്രീയം. യഥാർത്ഥത്തിൽ ഇന്ന് നേരത്തെ ശശി തരൂർ സാറിനെ കുറിച്ചും കൂടി ഒരു കാര്യം പറഞ്ഞിട്ട് പറയാം. ശശി തരൂർ നല്ല രീതിയിൽ സെന്റർ റൈറ്റ് നിൽക്കുന്ന കോൺഗ്രസിലെ ഒരു വ്യക്തിയാണ്. അദ്ദേഹത്തിന് ഇസ്ലാമോഫോബിയ ഇല്ല, മുസ്ലിം വിരോധമില്ല, എന്നാൽ സെന്റർ റൈറ്റ് നിൽക്കുന്ന ഒരു വ്യക്തിത്വവുമാണ്. ഈ സെന്റർ റൈറ്റ് സ്പേസ് കോൺഗ്രസ് കളയുന്നതാണ് പ്രശ്നം. ഇനി അങ്ങ് ചോദിച്ച ചോദ്യം, ഈ അൾട്രാ റൈറ്റ് എന്ന് പറയുന്ന ഈ തീവ്ര സുപ്രീം കോടതിയെ ചീത്ത വിളിക്കുന്നത് നന്ദകുമാർജി ഒരാഴ്ച മുമ്പ് പറഞ്ഞിരുന്നു, കേരളത്തിൽ ഹിന്ദുത്വത്തിന്റെ ഏറ്റവും വലിയ അപകടം രാഹുൽ ഈശ്വറാണ് ഏറ്റവും വലിയ ഹിന്ദുത്വ വിരുദ്ധൻ. ഇവനെ പോലുള്ളവരാണ് നമ്മുടെ അപകടവും. കാര്യം അവർക്കൊക്കെ ഞാൻ അടക്കമുള്ള ഈ മൃദു ഹിന്ദുക്കൾ, ഹിന്ദുത്വവാദികളല്ല, മൃദു ഹിന്ദുക്കൾ എന്നും വലിയ ചലഞ്ചാണ്. കാര്യം അവരുടെ ഈ എക്സ്ട്രീം അജണ്ട അവർക്ക് പലപ്പോഴും മുമ്പോട്ട് കൊണ്ടുപോകാൻ കഴിയില്ല. രാഹുൽ ഈശ്വറിന്റെ നന്ദകുമാർ എന്നൊരു വ്യക്തിയുടെ മാത്രം പ്രശ്നമാണോ? അദ്ദേഹം ഒരു വ്യക്തി മാത്രമല്ല, പ്രജ്ഞാപ്രവാഹം എന്ന് പറയുന്ന അവരുടെ ഇന്റലക്ച്വൽ ഗ്രൂപ്പിന്റെ നാഷണൽ കോർഡിനേറ്ററാണ്. ആർ.എസ്.എസിന്റെ തലച്ചോർ. ദേശീയ മാധ്യമങ്ങളിലടക്കം RSSന്റെ നിലപാട് വെക്കാൻ വരുന്ന ഒരു വ്യക്തികളിൽ ഒന്നാണ്. അപ്പൊ ഈ അൾട്രാ റൈറ്റ് ഉണ്ട്. എല്ലാവരും അങ്ങനെയാണെന്നൊന്നും അഭിപ്രായമില്ല. പൂജനീയ സർസംഘചാലക് മോഹൻ ഭഗവത്ജി മഹാത്മാഗാന്ധിയാണ് യഥാർത്ഥത്തിലെ ഹിന്ദു എന്ന് പറയുന്നതും ഗാന്ധി സങ്കല്പ യാത്രകൾ ബി.ജെ.പിക്കാർ അല്ലെങ്കിൽ മോദിജി ബി.ജെ.പിക്കാരെ കൊണ്ട് എടുപ്പിച്ചിട്ടുണ്ട്. രാജ്ഘട്ടിലെ പരിപാടിക്ക് ഞാൻ ആ സമയത്ത് അവിടെ ഉണ്ടായിരുന്നു. അപ്പോൾ ഈ സെന്റർ റൈറ്റ് നിൽക്കുന്ന ആൾക്കാരുണ്ട്, എക്സ്ട്രീം റൈറ്റ് നിൽക്കുന്ന ആൾക്കാരുണ്ട്. ഈ എക്സ്ട്രീം റൈറ്റിനെ നമ്മൾ ശക്തമായി തള്ളിപ്പറയണം. അങ്ങനെ ഒരാളാണ് ഈ മണ്ടനായ വർഗീയവാദിയായ ഈ വിജയ് ഷാ എന്ന് പറയുന്ന വ്യക്തി. അവിടെയാണ് ഏറ്റവും പ്രമുഖനായ മധ്യപ്രദേശിലെ ഹൈക്കോടതി ജഡ്ജിമാരിൽ ഒന്നായ ശ്രീ അതുൽ, അദ്ദേഹം അതിശക്തമായി പറയുന്നുണ്ട്, ഞാൻ സോഫിയ ഖുറേഷിക്കെതിരെ പറഞ്ഞ ഈ മന്ത്രിക്കെതിരെ നിങ്ങൾ ഇന്ന് വൈകിട്ടിനകം FIR ഇട്ടില്ലെങ്കിൽ ഐ വിൽ ബ്രിങ് ദ ഹെൽ ഡൗൺ. അങ്ങനെ തന്നെ എക്സാക്ട്ലി കോടതിയുടെ വാക്കുകളാണ്. അപ്പോൾ ഈ എക്സ്ട്രീം റൈറ്റ് നിൽക്കുന്നവർ യുദ്ധക്കൊതിയന്മാരാണ്, ഏതെങ്കിലും രീതിയിൽ പ്രശ്നമുണ്ടാക്കാൻ ആഗ്രഹിക്കുന്നവരാണ്. നാളെ POK, മറ്റന്നാൾ ബലൂചിസ്ഥാൻ, അടുത്ത ദിവസം പാകിസ്ഥാൻ ഭൂമുഖത്തൊന്നും ഇല്ലാതാവുന്നു. ഇങ്ങനെ ചിന്തകളുള്ളവരാണ്. ഇവരെ ഡിസ്കറേജ് ചെയ്യാനും നന്നാക്കാനും നമുക്ക് കഴിയണം. അതായത് പാകിസ്ഥാൻ വിരോധമാണ് ഇന്ത്യ സ്നേഹത്തിന്റെ അടിസ്ഥാനം എന്ന് തെറ്റിദ്ധരിക്കുന്ന, അല്ലെങ്കിൽ ഇന്ത്യയിൽ വന്നാൽ മുസ്ലിം വിരോധമാണ് ഹിന്ദു സ്നേഹത്തിന്റെ അടിസ്ഥാനം എന്ന് തെറ്റിദ്ധരിക്കുന്നവർ മിക്കവാറും വഴിതെറ്റിപ്പോയവരാണ്. ഇവരെ തിരിച്ചു കൊണ്ടുവരാൻ നമ്മൾ നോക്കുന്ന ഒരു സമീപനം വേണം. നേരത്തെ നമ്മുടെ നൗഷാദ്ജി കൂടെ ഉള്ളോട് പറയാം, നൗഷാദ്ജി കോൺഗ്രസിലൊക്കെയുള്ള അത്യാവശ്യം നല്ല സെൻട്രിസ്റ്റായ വ്യക്തികളാണ്. പക്ഷേ കോൺഗ്രസ് ഈ എക്സ്ട്രാ ലെഫ്റ്റും ഓവർ ലെഫ്റ്റുമായി പോകരുത്. യഥാർത്ഥത്തിൽ കോൺഗ്രസ് ആയിരുന്നു ഇന്ത്യയിലെ ഹിന്ദു പാർട്ടി. ആ ഹിന്ദു പാർട്ടിയായ കോൺഗ്രസിനെ ബ്രാഹ്മൺ ബനിയ കൺസോൾട്ടേഷൻ ഉള്ളതുകൊണ്ട് മറ്റൊരു മുസ്ലിം പാർട്ടി രാഹുൽ സ്ഥിരമായി പറയാനുള്ള ഒരു റെട്ടറിക്കാണ് ഈ പറയുന്നത് സെൻട്രൽ ലെഫ്റ്റും സെൻട്രൽ റൈറ്റും ഒക്കെ. ഞാൻ ചോദിക്കട്ടെ, കോൺഗ്രസ് എന്ത് ചെയ്യണം എന്നാണ് നിങ്ങൾ പറയുന്നത്, അല്ലെങ്കിൽ പൊതു ഇന്ത്യക്കാർ എന്ത് ചെയ്യണം?